പിതാവായ ദൈവത്തിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും കൃപയും സമാധാനവും എല്ലാവരുടെയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നത്, അതിൻ്റെ മർമ്മങ്ങളെ ഗ്രഹിക്കുന്നത്, അത് പ്രമാണിക്കുന്നത് പോലെ ഭാഗ്യകരമായ ഒന്നും ഭൂമിയിലില്ല. ദൈവത്തിൻ്റെ വചനം, ബൈബിളിന് പറയുന്ന പേര് ദൈവവചനം എന്നാണല്ലോ. എന്നാൽ ദൈവവചനം എന്ന പേരുള്ള വേറൊരു പുസ്തകവും ലോകത്തിലുള്ളതായിട്ട് അറിയത്തില്ല. അനേക വർഷങ്ങളായിട്ട് ദൈവവചനം എന്ന പേര് ബൈബിളിനല്ലാതെ വേറെ ഏതെങ്കിലും പുസ്തകത്തിലുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ച് നോക്കി. ഇല്ല. ഇത്തിരി പണ്ഡിതന്മാരായ ആളുകളോട് ചോദിച്ചിട്ടുണ്ട്, മതപണ്ഡിതന്മാരായ ആൾക്കാരോട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, അത് ബൈബിളിന് മാത്രമേ ഉള്ളൂ. ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ ഹൃദയത്തിലെ ചിന്തകൾ മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ലിഖിത രൂപത്തിൽ എഴുതി തന്നതാണ് ദൈവവചനം അഥവാ ബൈബിൾ. അതിൽ ജീവനുണ്ട്. അത് നമ്മുടെ ജീവിതത്തെ, സ്വഭാവത്തെ ദൈവത്തിൻ്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടുത്തുവാനായിട്ട് ഏറ്റവും സഹായിക്കുന്നതാണ്. നിത്യതയോളം ഈ വചനം അനുസരിച്ച് ജീവിക്കുന്നവർ നിത്യതയോളം ദൈവപുത്രന്മാരായി, ദൈവരാജ്യത്തിൽ പിതാവായ ദൈവത്തിൻ്റെ പുത്രന്മാരായി, യേശുക്രിസ്തുവിൻ്റെ സഹോദരന്മാരായി ജീവിക്കാനുള്ളവരാണ് എന്ന് പ്രത്യേകം ഓർക്കുക. പെട്ടെന്ന് യേശുക്രിസ്തുവിൻ്റെ സഹോദരന്മാർ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനുഷ്യൻ ഞെട്ടിപ്പോവും. കാരണം യഹോവയായ ദൈവം തന്നെയാണ് യേശുക്രിസ്തു എന്നും യേശുക്രിസ്തു തന്നെയാണ് യഹോവ എന്നുമൊക്കെ ധാരാളം ആളുകൾ വിളിച്ചു പറയുന്നുണ്ട്. എന്താണെങ്കിലും ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം, തിരുവചനത്തിൽ എഴുതിയിരിക്കുന്ന ഒരു വാക്ക് പോലും വള്ളിയോ പുള്ളിയോ മാറ്റമില്ലാതെ കൃത്യമായിട്ടാണ് സംസാരിക്കുന്നത്. നമുക്ക് ഒരു കാര്യം ശ്രദ്ധിക്കാം. റോമാലേഖനം 8-ാം അധ്യായം 28, 29, 30 വാക്യങ്ങളിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നുവെന്ന് നാം അറിയുന്നു. എന്നിട്ട് പറയുകയാണ്, ഇപ്പം എന്ന് പറഞ്ഞാൽ ദൈവം മുൻനിയമിച്ചിട്ടുള്ള ആളുകളുണ്ട്. ദൈവപുത്രന്മാരായി തീരാൻ, ദൈവത്തിൻ്റെ മക്കളായി തീരാൻ, ദൈവത്തെ അനുസരിച്ച് ജീവിക്കുന്നവരായി, ദൈവത്തോടെ പുത്രനായ യേശുക്രിസ്തുവിനോട് അനുഭവപ്പെട്ട് ജീവിക്കാൻ മുൻനിയമിക്കപ്പെട്ടവരായിട്ടുള്ളവരുണ്ട് എന്ന് തിരുവചനം തുറന്ന് വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കും. അങ്ങനെയുള്ളവർക്ക് കഷ്ടപ്പാടും പ്രയാസങ്ങളൊക്കെ ഉണ്ടായാൽ അത് നന്മയ്ക്കായിട്ട് മാറ്റുമെന്നാണ് പറഞ്ഞത്. എന്ത് പ്രതിഫലം വന്നാലും നമ്മൾ ഇത് ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് തിരിച്ചറിയണം. ഇതിൻ്റെ അടുത്ത വാക്യം പറയുകയാണ്, 29-ാം വാക്യം: തൻ്റെ പുത്രൻ അഥവാ പിതാവായ ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തു അനേക സഹോദരന്മാരിൽ ആദിയാതനാകേണ്ടതിന് എന്ന് പറഞ്ഞാൽ ക്രിസ്തു യേശുവിന് അനേകം സഹോദരന്മാർ ഉണ്ട് എന്നാണ് ഇവിടെ ഈ റോമാലേഖനം 8-ന്റെ 29 പറയുന്നത്. അനേകം എന്ന് പറഞ്ഞാൽ എണ്ണിക്കൂടാതെ എത്ര സഹോദരന്മാരുണ്ട്. പിതാവായ ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തു അനേക സഹോദരന്മാരിൽ ആദിജാതൻ. യേശുക്രിസ്തു ആദ്യമായി ജനിച്ചവൻ. യേശുക്രിസ്തു പിതാവ് ക്രിസ്തുവിനെ ജനിപ്പിച്ചതാണെന്നുണ്ടല്ലോ. നമ്മളതേക്കുറിച്ച് ഭംഗിയായിട്ട് നമ്മൾ ഈ വരും ദിവസങ്ങളിലൊക്കെ നമ്മൾ വായിക്കും. യേശുക്രിസ്തു സൃഷ്ടാവായ ദൈവമാണെന്ന് ബൈബിളിലില്ല. അവിടെ അങ്ങനെ എഴുതിയിട്ടില്ല. കാരണം യേശുക്രിസ്തുവിനെ കൂടാതെ യാതൊന്നും സൃഷ്ടിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു മുഖാന്തരം പിതാവായ ദൈവം കാരണബോധൻ എന്ന് ബൈബിളിലുണ്ട്. നമുക്കത് നമ്മൾ ബൈബിൾ ശ്രദ്ധയോടെ വായിച്ചു ഗ്രഹിക്കുന്നത് എന്ത് നല്ലതാണ്. അപ്പോൾ വീണ്ടും പറയാണ്, തൻ്റെ പുത്രൻ അനേക സഹോദരന്മാരെ ആദിജാതനാകേണ്ടതിന് ഈ സഹോദരന്മാർ തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനോട് അനുരൂപപ്പെടുവാൻ, ക്രിസ്തു യേശുവിനെ പോലെ തന്നെയായി തീരുവാൻ അവിടെ നിന്നും നിയമിച്ചിരിക്കുന്നു. 30-ാം വാക്യം പറയാണ്,
അവിടുന്ന് മുന്നറിഞ്ഞവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ തിരസ്കരിച്ചും ഇരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ദൈവപുത്രന്മാരായിട്ട് അവരെ വിശുദ്ധീകരിച്ച് തിരസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഇത് എന്നാണ് ഈ മുൻനിയമനമൊക്കെ നടന്നതെന്ന് നമുക്ക് നോക്കാം. എഫെസ്യ ലേഖനം 1 അധ്യായത്തിലെ 1 വാക്യം മുതൽ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ക്രിസ്തു യേശുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടത് എങ്ങനെ? നമ്മളെ യേശുക്രിസ്തുവിൽ പിതാവ് സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്തെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. നമ്മൾ ക്രിസ്തുവിൽ ഉണ്ടായിരുന്നു എന്ന് പോലെ. ഇത് അടുത്ത വാക്യം ഇതാണ്: പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ നാം വിശുദ്ധരും നിഷ്കളങ്കരും ആയിരിക്കേണ്ടതിന് ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ നമ്മെ ക്രിസ്തു യേശുവിൽ അവിടെ നിന്ന് തിരഞ്ഞെടുത്തു. ലോകം ആകാശമോ ഭൂമിയോ സമുദ്രമോ നക്ഷത്രങ്ങളോ സൂര്യചന്ദ്രമോ ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു യേശുവിൽ എല്ലാവിധ അനുഗ്രഹത്താലും സമ്പന്നരായി തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ദൈവപുത്രന്മാർ. അതുകൊണ്ടാണ് ഇന്ന് ഈ വചനം ഇങ്ങനെ വെളിപ്പെടുന്നത്. നമ്മൾ ദൈവപുത്രന്മാർ നമ്മൾ ഇന്നാണ് ദൈവത്തെ അറിയുന്നതെങ്കിലും തിരഞ്ഞെടുപ്പൊക്കെ അനേക വർഷങ്ങൾക്ക് മുമ്പ്, ലോകം ഉണ്ടാകുന്നതിന് മുമ്പ് ഉണ്ടായതാണ്. ക്രിസ്തു യേശുവിൽ പിതാവ് ജനിപ്പിക്കുമ്പോൾ ക്രിസ്തു യേശുവിൽ ദൈവപുത്രന്മാരുണ്ടായിരുന്നു, അനേക ദൈവപുത്രന്മാര് ഉണ്ടായിരുന്നു. അതിന്റെ തെളിവ് എന്താണെന്ന് ചോദിച്ചാൽ, ആദാമിനെ സൃഷ്ടിക്കുന്നുണ്ടല്ലോ. ഇതും തുടർന്ന് വെച്ചാൽ ആദാമിനെ സൃഷ്ടിക്കുമ്പോൾ ആദാമിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? ഒന്ന്, ആദാമിലായിരുന്നു ഹവ്വ ഉണ്ടായിരുന്നത്. കാരണം സൃഷ്ടിച്ചിട്ട് ആദാമിന്റെ ഭാര്യയിൽ നിന്ന് ആണ് ഒരു സ്ത്രീയെ ഉണ്ടാക്കി ഹവ്വ എന്ന പേരിട്ട് ആദാമിന് ഭാര്യയായിട്ട് കൊടുത്തത്. ആ ആദാമിൽ ഇന്ന് ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും മരിച്ചുപോയവരും ഇനി ഉണ്ടാകാനിരിക്കുന്നെല്ലാം ആദത്തിലുണ്ടായിരുന്നു. ആദത്തെ സൃഷ്ടിച്ചപ്പോൾ തന്നെ ആദത്തിൽ ഈ വംശങ്ങൾ മുഴുവൻ ഉണ്ടായിരുന്നു, മനുഷ്യവംശം മുഴുവനും ഉണ്ടായിരുന്നു. എന്നതുപോലെ യേശുക്രിസ്തുവിലും ഈ സഹോദരന്മാരുണ്ടായിരുന്നു. ഇതൊക്കെ ദൈവവചനത്തിന്റെ ഇത്ര ശ്രേഷ്ഠമേറിയ മർമ്മങ്ങളാണ് എന്ന് നമ്മൾ ഓർക്കണം. നമ്മൾ ഹെബ്രായ ലേഖനം നമുക്ക് 1 അധ്യായം 2 അധ്യായത്തിന്റെ 9 വാക്യം മുതൽ വായിക്കാം. അതേ നമുക്കെല്ലാവർക്കും വേണ്ടി 2:9, 10, 11 വാക്യങ്ങളുണ്ട് ഹെബ്രായ ലേഖനം. കാരണം ഇതെന്തിനാണ് ഈ വാക്യം പറയുന്നതെന്ന് ചോദിച്ചാൽ, ദൈവവചനത്തിൽ ഇല്ലാത്ത ഒരു വാക്ക് പോലും ഉച്ചരിക്കുകയില്ലാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ടാണ് ഹെബ്രായ ലേഖനത്തിൽ എഴുതിയിരിക്കുകയാണ്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അനേകർക്ക് വേണ്ടി മരണം ആസ്വദിക്കുവാൻ ദൂതന്മാരിൽ അല്പം താഴ്ചവന്നനായി മരണം അനുഭവിച്ചത് കൊണ്ട് അവൻ തേജസ്സും മഹത്വവും അണിഞ്ഞവനായി നിൽക്കുന്നു. അടുത്ത വാക്യം, സകലത്തിലും ലാക്കും സകലത്തിനും കാരണബോധനുമായവൻ പിതാവായ ദൈവം. അതെ, കാരണബോധനുമായവൻ അനേകം സഹോദരന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ, അതാണ് നമ്മൾ റോമാലേഖനത്തിൽ വായിച്ചത്. അനേക സഹോദരന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ തങ്ങളുടെ രക്ഷാനായകനെ, അതായത് കർത്താവ് യേശുക്രിസ്തുവിനെ കഷ്ടങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തം ആയിരുന്നു. എത്ര മനോഹരമാണ്. എന്നിട്ട് അടുത്ത വാക്യം പറയാണ്, യേശുക്രിസ്തുവിനെ ഈ കഷ്ടങ്ങളെല്ലാം പിതാവ് വരുത്തിയത് യേശുക്രിസ്തുവിൽ നിന്നാണ് ദൈവപുത്രന്മാർ ജനിച്ചത്. യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിന് ശേഷമാണ് ദൈവപുത്രന്മാരുണ്ടാകുന്നത്.
അതുകൊണ്ടാണ് യേശുക്രിസ്തുവിൽ നിന്ന് ദൈവപുത്രന്മാർ ഉണ്ടായത് കൊണ്ടാണ്. ഇപ്പം അത് എങ്ങനെയാണ് ഉണ്ടായതെന്നുള്ള അടുത്ത വാക്യം നമുക്ക് വായിക്കുമ്പോൾ ശ്രദ്ധിക്കാം. അടുത്ത വാക്യം ഇങ്ങനെയാണ്: അവൻ തേജസ്സും മഹത്വവും അണിഞ്ഞവനായി നിൽക്കുന്നു. ആ യേശുക്രിസ്തു ഇതിനെക്കുറിച്ച് പറയുന്നതാണ്: വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും. അഥവാ യേശുക്രിസ്തുവാണ് വിശുദ്ധീകരിക്കുന്നവൻ, വിശുദ്ധീകരിക്കപ്പെടുന്നത് അവൻ്റെ സഹോദരന്മാർ. എല്ലാവർക്കും ദൈവമല്ലോ ഒരുവനല്ലോ പിതാവ്. അഥവാ യേശുക്രിസ്തുവിൻ്റെ പിതാവും നമ്മുടെയും പിതാവ് ഒരാൾ തന്നെയാണെന്ന് നമ്മൾ എത്രയോ പ്രാവശ്യം നമ്മൾ പറഞ്ഞതിൽ കേട്ട് കഴിഞ്ഞു. അതുകൊണ്ട് അവരെ സഹോദരന്മാരെ സഹോദരന്മാർ എന്ന് വിളിക്കാൻ യേശുക്രിസ്തു ലജ്ജിച്ചിട്ടില്ല. ലജ്ജിക്കാതെ യേശു പറയാണ്: പിതാവായ ദൈവത്തിൻ്റെ നാമം ഞാൻ എൻ്റെ സഹോദരന്മാരോട് കീർത്തിക്കും. സഭാമധ്യേ എന്ന് പറഞ്ഞാൽ സഹോദരന്മാരോട് കൂടെ യേശുക്രിസ്തു നിന്ന് പിതാവായ ദൈവത്തെ സ്തുതിക്കും. ഇതാ ഞാൻ ദൈവത്തിൽ ആശ്രയിക്കും. യേശു പറയുന്നതാണ്, ദൈവത്തിൽ ആശ്രയിക്കും. യേശു പിതാവ് തന്നെയാണെങ്കിൽ പിന്നെ എന്തിനാ ആശ്രയിക്കുന്നത്? യേശു പറയുന്നത് ഞാൻ പിതാവിൽ ആശ്രയിക്കും. അടുത്ത വാക്യം ഇതാണ്. എന്നിട്ട് പറയുന്നതാണ്: ഇതാ ഞാനും പിതാവായ ദൈവം എനിക്ക് തന്ന മക്കളും എന്ന് സഹോദരന്മാരെ കുറിച്ചാണ് പറയുന്നത്. മക്കൾ, ഞാനും യേശു പിതാവായ ദൈവം എനിക്ക് തന്ന മക്കൾ എന്ന് പറയും. അതുകൊണ്ടാണ് യെശയ്യാവിൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ യേശുവിനെ കുറിച്ച് പറയുന്നത് അവൻ വീരനാ ദൈവമാണെന്നും നിത്യപിതാവ്. യേശുക്രിസ്തുവിലൂടെ മക്കൾ ജനിച്ചില്ലേ, ദൈവപുത്രന്മാർ ജനിച്ചില്ലേ? പക്ഷെ ഈ ദൈവപുത്രന്മാർക്ക് യേശുക്രിസ്തുവിനും പിതാവ് സ്വർഗ്ഗസ്ഥ പിതാവ് തന്നെ. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിന് ശേഷമാണ് ദൈവപുത്രന്മാരുണ്ടായത്. ക്രിസ്തുവിൽ നിന്നാണ് ദൈവപുത്രന്മാരുണ്ടായത് എന്നത് കാരണത്താൽ യേശുവിനെ പിതാവെന്ന് ന്യായമായും വിളിക്കാം. എത്ര കാലത്തിന് വിളിക്കാം? യേശു നിത്യകാലം പിതാവാണ്. അതുകൊണ്ടാണ് നിത്യപിതാവ്. കാരണം എന്നും നമ്മൾ എല്ലാ കാലത്തും നമുക്ക് പറയാൻ സാധിക്കും യേശുക്രിസ്തു ഒരു സമയം നിത്യപിതാവാണ്. യേശുക്രിസ്തു നമ്മുടെ സഹോദരനുമാണ്, പിതാവായ ദൈവത്തിൻ്റെ ആദിജാതനുമാണ്. മറ്റ് യേശുക്രിസ്തുവിന് പുത്രനിൽ നിന്ന് നമ്മൾ ദൈവപുത്രന്മാർ ജനിക്കുന്നതിന് മുമ്പ് യേശു ഏകജാതനുമാണ്. കാരണം ഇതൊക്കെ തിരുവചനത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ്. ഇത് തിരുവചനം പറയുന്നു. ദൈവം വെളിപ്പെടുത്തി തരാതെ ഈ കാര്യങ്ങളൊക്കെ ഗ്രഹിക്കാൻ പറ്റി പ്രയാസമാണ്. എങ്കിലും ഓർത്ത് നോക്കുക, ദൈവത്തിൽ ഇല്ലാത്ത ഒരു കാര്യം പറയുന്നില്ല. പ്രിയമുള്ളവരെ, ഇത്ര മനോഹരമായി എഴുതിയിരിക്കുന്ന ഈ വചനത്തിൻ്റെ മർമ്മങ്ങൾ നമ്മൾ തുടർന്നും കേൾക്കുക. നാളെ വീണ്ടും ഈ വചനം ശ്രദ്ധാപൂർവം കേട്ട് ഗ്രഹിച്ച് ദൈവപുത്രന്മാരായി ആ തേജസ്സും മഹത്വമുള്ളവരായിട്ട് നമ്മൾ മാറുവാൻ ആഗ്രഹിച്ചുകൊണ്ട് വീണ്ടും നമുക്ക് ഒരുമിച്ച് കാണാം. ദൈവം നമ്മെ ഈ വചനങ്ങൾ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.